പൂച്ചകളെ ദൈവത്തോട് ഉപമിക്കുന്ന ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്. നമ്മൾ കാറ്റ് പേഴ്സണാലിറ്റി, ഡോഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് കണ്ടിരുന്നു, പൂച്ചകളേനും മനുഷ്യർ ആദ്യമായിട്ട് ഇണക്കി വളർത്താൻ തുടങ്ങിയത് തങ്ങളുടെ പത്തായത്തിലുള്ള നെല്ല് മോഷ്ടിക്കാൻ വരുന്ന എലികളേനെ തുരത്താനാണ് എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇങ്ങനെ അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ ധാന്യം കാത്തു സൂക്ഷിക്കുന്ന ജീവികളായതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഒരുപാട് സംസ്കാരങ്ങളിൽ നമുക്ക് പൂച്ചേനെ കാണാൻ പറ്റുക. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ഇവരുടെ ബാസ്റ്ററ്റ് എന്ന് പറയുന്ന ദേവത തന്നെ പൂച്ചയുടെ രൂപത്തിലുള്ള ദേവതയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ധനത്തിൻ്റെയും ഒക്കെ ദേവതയായിട്ടാണ് ബാസ്റ്ററ്റിനെ ഈജിപ്തുകാർ കൺസിഡർ ചെയ്യണത്. ദൈവമായിട്ട് കരുതുന്ന ഒരു സിവിലൈസേഷൻ ഉണ്ടാവുമ്പോൾ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് പൂച്ചകളെ കാണുന്ന സിവിലൈസേഷനാണ് കൂടുതലായിട്ടുള്ളത്. കറുത്ത പൂച്ച വഴി മുറിച്ച് കടന്നുണ്ടെങ്കിൽ ചീത്ത ലക്ഷണമായിട്ട് കാണുന്നവർ, ഇനി പൂച്ച വീട് വിട്ട് ഇറങ്ങുന്നത് ആ വീട്ടിലുള്ള ദോഷം വഹിച്ചുകൊണ്ടാണെന്നും അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണെന്നും, പൂച്ചകൾക്ക് നെഗറ്റീവ് എനർജി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, പൂച്ചകളാണ് യക്ഷികളെ ആദ്യം കാണുക, അല്ലെങ്കിൽ പൂച്ചയുടെ രൂപം ധരിച്ചാണ് മിക്കപ്പോഴും യക്ഷികളും മന്ത്രവാദിനികളൊക്കെ നടക്കുക എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പൂച്ചകളെ ചുറ്റിപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വളർന്നിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. പൂച്ചകളെ പോസിറ്റീവായിട്ട് കാണുന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈജിപ്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ പോസിറ്റീവായി കാണുന്ന മറ്റൊരു സംസ്കാരമാണ് ജപ്പാൻകാരുടെ. മെനേക്കി നീക്കോ എന്ന് പറയുന്ന ബെക്കനിങ് കാറ്റിനെ നിങ്ങളും കണ്ടു കാണും. പണവും സമ്പത്തും കസ്റ്റമേഴ്സിനെയും മാടി വിളിക്കുന്ന പൂച്ചയാണ് മെനേക്കി നീക്കോ. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ കടകളിലാണ് പ്രധാനമായിട്ടും ഈ പൂച്ചകളെ കാണുക. പക്ഷെ എന്നാലും പൂച്ചകളെ നെഗറ്റീവ് എനർജി ആയിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുത്തി നമ്മൾ കേൾക്കാറുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് പൂച്ച ഒരു വീട്ടിൽ നിന്ന് വിട്ടിറങ്ങി പോകുന്ന സമയത്ത് ആ വീട്ടിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ള കാരണം അത് മൊത്തം എടുത്തതിന് ശേഷം പൂച്ച അതിനെ കളയാൻ വേണ്ടി പോവുകയാണെന്നും, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജീനെ ഈ പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്ത കാരണം ബാക്കിയുള്ളവരിലേക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി ആ നെഗറ്റീവ് എനർജിയും കൊണ്ട് പൂച്ച മറ്റൊരിടത്തേക്ക് പോവുകയാണ്, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നിങ്ങളെ രക്ഷിക്കാൻ എന്നും ഒക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. ഈ കറുത്ത പൂച്ച വഴി കടക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസമാണ്. പലരും ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത പൂച്ച ഒരുപാട് നെഗറ്റീവ് എനർജി വഹിച്ചുകൊണ്ട് നമ്മളെ വഴി മുറിച്ച് കടക്കുന്ന സമയത്ത് നമുക്ക് ഇനി ആ വഴിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് മുറിച്ച് കടക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇനി നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കരുതിപ്പോരുന്നത്. നെഗറ്റീവ് എനർജി കഥകൾ പറയുന്ന സമയത്ത് ഇനി റഷ്യൻ വിശ്വാസപ്രകാരം പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു പൂച്ചയെ കയറ്റി വിടുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി അത് അബ്സോർബ് ചെയ്യാനും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ള സ്പേസസ് കണ്ടുപിടിക്കാനും അത് സഹായകമാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ നെഗറ്റീവ് എനർജി കഥകൾ കഴിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ ഈ യക്ഷികളെ കാണുന്നതും മന്ത്രവാദിനികൾ പൂച്ചകളുടെ രൂപത്തിൽ നടക്കുന്നതുമാണ്. ഇതൊരു യൂറോപ്യൻ വിശ്വാസമായതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് കോളനൈസ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ വിശ്വാസം ഉണ്ട്. അവിടെയുള്ള ചില കൾട്ടുകളിൽ സാത്താനെ കറുത്ത പൂച്ചകളായിട്ട് ആരാധിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കറുത്ത പൂച്ചകളെ മാസ് കില്ലിംഗ് വരെ ചെയ്തിട്ടുണ്ട്. പൂച്ച എപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ജീവിയായിരുന്നു എന്നുള്ളതാണ്. സോ ഈ കഥകൾക്കൊക്കെ എന്താണ് ഇത്രയും സ്വീകാര്യത ലഭിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇവരെ പെട്ടെന്നുള്ള സ്റ്റെയറിങ് കാരണമാണ്. റാൻഡമായ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പൂച്ചകൾ പെട്ടെന്ന് നിൽക്കുന്നത് കാരണമാണ് പൂച്ചകൾ യക്ഷിയെ കാണുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഭാഗത്തേക്ക് നോക്കുന്നു എന്നൊക്കെ വിശ്വസിച്ച് പോരാനുള്ള പ്രധാന കാരണം. എന്നാൽ നമുക്കില്ലാത്ത പല കഴിവുകളും പൂച്ചകൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ മറന്നു പോവുകയാണ്. ഹൈപ്പർ സെൻസസ്. നായകൾക്കും പൂച്ചകൾക്കുമുള്ള കാഴ്ചശക്തി, കേൾവി ശക്തി, മണം പിടിക്കാനുള്ള കഴിവ്, ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു പൂച്ചകളുടെ കേൾവി ശക്തി നമ്മളെക്കാട്ടും ഹൈ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ
കൂടുതൽ ശക്തമാണ് എന്നുള്ളത്. പൂച്ചകൾ സ്റ്റെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന സ്ഥലത്തേക്കാണ്. ചിലപ്പോൾ അതൊരു ഇലക്ട്രിക് അപ്ലയൻസിന്റെ ആയിരിക്കാം, അതും അല്ലെങ്കിൽ എലികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദമായിരിക്കാം. ഇനി മറ്റൊരു കാര്യം, രാത്രിയിൽ അവരുടെ സഞ്ചാരവും മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന പൂച്ചകളുമാണ്. പൂച്ച കുടുംബത്തിലെ എല്ലാവരും തന്നെ രാത്രി സഞ്ചാരമുള്ള ജീവികളാണ്. അവരുടെ കണ്ണ് രാത്രിയിൽ തിളങ്ങുന്നതിന് കണ്ണിന്റെ ഉള്ളിലുള്ള ടെപ്പീറ്റം എന്നുള്ള പാളിയാണ് കാരണമെന്നും ഈ കണ്ണിനെ അതുകൊണ്ട് തന്നെ ഡെവിൾസ് ഐ എന്നാണ് വിളിക്കുക എന്നുള്ളതും നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഫെലൈൻ പാൻലൂക്കോപീനിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ തംബ്നെയിൽ ഉപയോഗിച്ചത് നിങ്ങളുടെ പൂച്ച വീട് വിട്ടിറങ്ങാൻ കാരണം ഇതായിരിക്കും എന്നുള്ളതാണ്. പ്രധാനമായും പൂച്ചകൾ വീട് വിട്ടിറങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അസുഖങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് വീട് വിട്ടു ഇറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അത് കാട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ്. കാട്ടിലെ ഏതൊരു പ്രിഡേറ്റർ ജീവിയാണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ജീവികൾക്ക് ഭക്ഷണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേട്ടയാടാൻ സാധ്യതയുള്ള മൃഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. മിക്കപ്പോഴും വല്ല ഗുഹകളിലോ മരപ്പൊത്തുകളിലോ പോയി ഒളിക്കലായിരിക്കും പൂച്ചകൾ കാട്ടിൽ ചെയ്യുന്നത്. അത് വീട്ടിലെ പൂച്ചകളും പിന്തുടരുന്നതാണ് വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് അവർ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, വന്ധ്യകരണം ചെയ്യാത്ത പൂച്ചകളാണെങ്കിൽ പുറത്തിറങ്ങി ഇണയെ തേടി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇതൊന്നുമല്ല, സ്വന്തം ടെറിട്ടറിയിലേക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള മറ്റൊരു പൂച്ച വന്നാലും ഇവർ ആ ടെറിട്ടറി ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കും സ്ഥലം മാറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, പൂച്ച ഇറങ്ങി പോയി എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വയമുള്ള നെഗറ്റീവ് എനർജി കാരണമായിരിക്കാം നമ്മുടെ പൂച്ച ഇറങ്ങി പോയതെന്നോ കരുതേണ്ടതില്ല എന്നാണ്. പൂച്ച വീട് വിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവയുടെ ജീവൻ പോലും കളഞ്ഞ് ശ്രമിക്കുകയാണെന്ന് കരുതുന്നതിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനിയും ഇതുപോലെ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.